നമ്മുടെ നാട്ടിൽ നിർമ്മിച്ച മനോഹരങ്ങളായ വീടുകളുടെ നിർമ്മാണ വിശേഷങ്ങൾ പരിചയപ്പെടുത്തുന്ന ബ്യൂട്ടിഫുൾ ഹോംസ് എന്ന ഈ പരമ്പരയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിന്റെ ട്രഡീഷണൽ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചറിന് പ്രാധാന്യം നൽകി നിർമ്മിച്ച ഒരു വീടാണ്. കേരളത്തിൻ്റെ പൈനാപ്പിൾ സിറ്റി എന്നറിയപ്പെടുന്ന മൂവാറ്റുപുഴ വാഴക്കുളത്തിനരികെ നീറമ്പുഴ ഗ്രാമത്തിലുള്ള ഭംഗിയാർന്നൊരു വീടാണിത്. റോഡ് നിരപ്പിൽ നിന്നും നന്നായി ഉയർന്നു നിൽക്കുന്ന ഒരു പ്ലോട്ടിൽ സുന്ദരമായ ലാൻഡ്സ്കേപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നിർമ്മിച്ച ഒരു വീട്. 2 നിലകളിലായി 5000-ഓളം സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലാണ് ഈ വീടിൻ്റെ നിർമ്മാണം. വിശാലമായ മുറ്റം, കാർപോർച്ച്, നീണ്ട മുൻവരാന്ത, പല ലെവലിലായി നിർമ്മിച്ച ചെരിഞ്ഞ മേൽക്കൂരകൾ, ട്രഡീഷണൽ സ്റ്റൈലിൽ ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയ സുന്ദരമായ അകമുറികളാണ് ഈ വീടിൻ്റേത്. ദീർഘചതുരാകൃതിയിൽ രൂപകൽപ്പന ചെയ്ത നീണ്ട അകത്തളത്തിൻ്റെ ചുറ്റുമായാണ് ഈ വീടിൻ്റെ സൗകര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നടുത്തളത്തിൻ്റെ ഒരറ്റത്ത് ഫോർമൽ ഡൈനിങ് ആണ്. അതിനപ്പുറം ഫാമിലി ലിവിംഗ് കം പ്രയർ എന്ന് പറയാവുന്ന ഒരിടം. അതിനപ്പുറം മറ്റൊരു ഫാമിലി സിറ്റിംഗ് സ്പേസ്. ഇങ്ങനെയാണ് നടുത്തള രൂപകൽപ്പന. നടുത്തളത്തിൻ്റെ ഒരരികിലായി കിച്ചണും ഫോർമൽ കിച്ചണുമായി 2 അടുക്കളകൾ. പിന്നെ ഈ ഫോർമൽ ലിവിംഗ് സ്പേസും ഒരു കിടപ്പുമുറിയും. ഗസ്റ്റ് ബെഡ്റൂമാണിത്. നടുത്തളത്തിൻ്റെ അപ്പുറത്തെ വശത്ത് നിരനിരയായി 4 കിടപ്പുമുറികളാണ്. ഡൈനിങ് സ്പേസിനരികിൽ നൽകിയ സ്റ്റെയർകേസ് വഴി മുകളിലെത്തുമ്പോൾ ഒരു ഫാമിലി സിറ്റിംഗ് സ്പേസാണ് ആദ്യം. പിന്നെ ഹോം തിയേറ്ററായി കൺസീവ് ചെയ്തൊരുക്കിയ ഒരു മുറി കൂടി. ഇങ്ങനെ 5 കിടപ്പറകൾ അടിസ്ഥാന സൗകര്യമാക്കി രൂപകൽപ്പന ചെയ്ത ഒരു വീടാണിത്. റോഡ് നിരപ്പിൽ നിന്നും ഉയർന്നു നിൽക്കുന്നതാണ് പ്ലോട്ട്. റോഡ് നിരപ്പിൽ നിന്ന് കയറ്റം കയറി എത്തുന്നിടത്താകട്ടെ നല്ല നിരപ്പ് പ്രതലമാണ്. ആ നിരപ്പിലാണ് ഈ വീടിൻ്റെ സ്ഥാനം കണ്ടിരിക്കുന്നത്. ഗ്രനൈറ്റ് ഫ്ലോറിങ്ങോടുകൂടിയ വിശാലമായ വരാന്തയാണ് ഈ വീടിന്. ഈ വരാന്തയോട് ചേർന്നാണ് വീടിൻ്റെ പ്രധാന വാതിൽ. തേക്കിൻ തടിയിൽ തീർത്ത ഭംഗിയാർന്ന എൻട്രി ഡോർ. ഈ വാതിൽ തുറക്കുമ്പോൾ സ്പേഷ്യസും വെൽ ഫർണിഷ്ഡുമായ ഒരു ഫോർമൽ ലിവിംഗ് ഏരിയയാണ്. ഇന്റീരിയറിൻ്റെ പാർട്ടായുള്ള വുഡ് വർക്ക് ഒക്കെയും മനോഹരം. ഈ ഫോർമൽ ലിവിംഗ് സ്പേസിൽ നിന്ന് വീടിൻ്റെ നടുത്തളത്തിലേക്ക് പ്രവേശിക്കാം. അവിടെ നിന്ന് ഇടത്തോട്ട് തിരിഞ്ഞാൽ ഡൈനിങ് ഏരിയയും അതിനരികിലായി അടുക്കളയുമാണ്. വലത്തോട്ട് തിരിഞ്ഞാൽ ഫാമിലി ലിവിംഗും പ്രയർ ഏരിയയുമൊക്കെയായ ഇടങ്ങൾ. നടുത്തളത്തിൻ്റെ അപ്പുറത്ത് വശം നിറയെ കിടപ്പറകൾ. അങ്ങനെയാണ് ഈ വീട്ടിലെ സൗകര്യങ്ങൾ. ഈ വീടിൻ്റെ തെക്ക് ഭാഗത്തും ഒരു എൻട്രി ഡോറുണ്ട്. അതുവഴി കയറി ചെന്നാൽ എത്തുന്നതും ഒരു ഡൈനിങ് സ്പേസിലേക്കാണ്. ഈ ഡൈനിങ്ങിൽ നിന്നാണ് കിടപ്പറയിലേക്കുള്ള എൻട്രി. മുകൾ നിലയിലേക്കുള്ള സ്റ്റെയർ കേസിലേക്കും ഇവിടെ നിന്നാണ് എൻട്രി ഒരുക്കിയിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂം, കിഡ്സ് ബെഡ്റൂം എന്നിവിടങ്ങളിലേക്കുള്ള ആക്സസും ഈ ഡൈനിങ്ങിനരികിൽ നിന്നാണ്. ഡൈനിങ്ങിൽ നിന്ന് എൻട്രി നൽകി ഡബിൾ റൂം ഫെസിലിറ്റിയോടെയാണ് ഇവിടെ കിച്ചൺ ഒരുക്കിയിട്ടുള്ളത്. മെയിൻ കിച്ചണിൽ ഫാമിലി ഡൈനിങ്ങിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ്സും നൽകിയിട്ടുണ്ട്. ബെഡ്റൂം അലമാരകൾ എന്നിവയിലൊക്കെ വുഡ് വർക്കിൻ്റെ അപാര ഭംഗി നമുക്കിവിടെ ദർശിക്കാം. ട്രഡീഷണൽ സ്റ്റൈൽ പാറ്റേണിലാണ് ഇന്റീരിയർ ഫർണിഷിംഗ് ഒരുക്കിയിരിക്കുന്നത്. എക്സ്റ്റീരിയർ ഡിസൈനിങ്ങിലും ഈ വീടിന് നൽകിയിരിക്കുന്നത്
ട്രഡീഷണൽ സ്റ്റൈലാണ്. കേരളത്തിൻ്റെ പാരമ്പര്യ വീടുകളെ ഓർമ്മിപ്പിക്കുന്ന ഓടുമേഞ്ഞ മേൽക്കൂരയോടുകൂടിയ വീട്. മേൽക്കൂരകൾ പക്ഷേ പല ലെവലിലായി നൽകിയതിനാൽ അവ എലിവേഷൻ്റെ ബ്യൂട്ടി വർദ്ധിപ്പിക്കുന്നുമുണ്ട്. നല്ല ലാൻഡ്സ്കേപ്പ്, നല്ല എലിവേഷൻ, അതിനൊപ്പം പൂർത്തിയാകുന്നു.